നമസ്കാരം പിഷാരടി. നമസ്കാരം. സാധാരണ അമ്മാവൻ കയറി വരുമ്പോ നല്ല കൈയടികളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്ന് എന്ത് പറ്റി, ആരും കൈയടിച്ചില്ലല്ലോ? അല്ല, അവർ കൈയടിക്കില്ല പിഷാരടി, കാരണം അവർ കൈയടിക്കാൻ പറ്റില്ല. എന്താ? കാരണം അവർക്ക് എന്നെ കാണാൻ പറ്റില്ല. ശരിക്കും കാണാൻ പറ്റില്ലെന്നോ? അവർക്ക് കാണാൻ പറ്റുമല്ലോ, നമുക്ക് കാണാതിരിക്കേണ്ട കാര്യം എന്താ ഇരിക്കുന്നത്? എന്താ? അതല്ല, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ മരിച്ചുപോയി. എന്താ? കഴിഞ്ഞ ആഴ്ച ഞാൻ മരിച്ചു. അയ്യോ. ഇതിപ്പോ ഞാൻ ഈ നിക്കണത് എന്റെ ആത്മാവാണ് ഇവിടെ നിൽക്കണത്. അതുകൊണ്ടാണ് പിഷാരടിക്കും ഡയാന മോൾക്കും മാത്രം എന്നെ ഇവിടെ കാണാൻ പറ്റുള്ളൂ. രമേശേട്ടനോട് ആരോടും സംസാരിച്ചോണ്ടിരിക്കണേ? കണ്ട അവിടെ ഒരാൾ നിപ്പുണ്ട്. ഡയാനല്ലേ? ഡയാന അല്ല, ഇവിടെ വേറൊരാൾ നിപ്പുണ്ട്, കാണുന്നില്ലേ? ഒന്ന് പോ രമേശേട്ടാ, വെറുതെ കോമഡി പരിപാടിയാന്ന് പറഞ്ഞിട്ട് എന്തും പറയാന്ന് പോയാ. അയ്യോ, സീരിയസ് ആയിട്ട് അവിടെ ഒരു ഇൻസർട്ട് ചെയ്തിട്ട് ഒരു ബ്രൗൺ ചെരുപ്പിട്ടിട്ട് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. ഡയാന ചുമ്മാ ഇരിക്കട്ടെ, നേരത്തെ മറ്റേ കളിയാക്കിനെ എന്നിട്ട് കളിയാക്കല്ലേ. കാണില്ല. നീ കാണുന്നില്ല അവിടെ ആരെയും? ഇല്ല ചേട്ടാ, ഞാൻ എന്തിനാ പറഞ്ഞേ? നിങ്ങൾ ആരും കാണുന്നുണ്ട്? ഇല്ലെന്നേ. ഇല്ല. പിഷാരടി ശരിക്കും പറഞ്ഞ് ഇവർക്ക് എന്നെ കാണാൻ പറ്റില്ല. ഇത് വേണം കഴിഞ്ഞാ കണ്ടായിരുന്നു. ഇപ്പൊ നിന്നെ കൊഞ്ഞനം കുത്തി കണ്ടോ നീ? ആരും കൊഞ്ഞനം കുത്തി കാണുന്നില്ല. അപ്പൊ അയ്യോ അമ്മാവ്, ഇത് എന്ത് പറ്റിയതാ ശരിക്കും അമ്മാവന്? അത് ശരിക്കും രമേശേട്ടൻ എന്ത് പറ്റിയതാണ്? അവിടെ ഉണ്ട്. എന്താ പ്രശ്നം? എന്താ ശരിക്കും എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇനിയിപ്പോ 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് ആർട്ടിഫിസർ കാണിച്ചു കഴിഞ്ഞാല് എനിക്ക് ശാപമോഷം കിട്ടും. ഞാൻ പോവും. അപ്പൊ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാര്യങ്ങളത് നിങ്ങൾ രണ്ടുപേരോടൊന്നും എനിക്ക് സംഭവം തുറന്ന് പറയണമെന്നുണ്ട്. എന്താ പറ്റിയെന്ന്? ഇതെന്താ സംഭവിച്ചെന്ന് ഞാൻ പറയാം. എന്ത് പറ്റിയതാ ശരിക്കും? ശരിക്കും ഇത് വനജടേന്ന് കിട്ടിയൊരു പണിയാണ് എനിക്ക്. വനജയോ? വനജ. ആരാ അത്? അത് ഞാൻ പ്രേമിക്കണ ഒരു പെണ്ണായിരുന്നു. വനജ. വനജ ചതിച്ചതാണ്. വനജ ഒരു പണി തന്നാണ് ശരിക്കും. ശരിക്കും എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്നുള്ളത് ഞാനിപ്പോ പാട്ടിലൂടെ അങ്ങോട്ട് പറഞ്ഞുതരാം. ആത്മാവാണേലും പാട്ടിന് ഷൂട്ട് തുടങ്ങി. പിന്നെ നടക്കുന്നുണ്ട്. കണ്ടിപ്പോഴും കാണുന്നില്ല. അണുനാശിനി സദായൻ കരളിൽ പടർന്നു കേറി. അണുനാശിനി സദായൻ കരളിൽ പടർന്നു കേറി. ഒരു രോഗബാധയായി ഇന്നെൻ്റെ ജീവനിൽ പരന്നു പടർന്നു അപൂർവ രോഗമായി. അണുനാശിനി സദായൻ കരളിൽ പടർന്നു കേറി.
എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. വിശാലടി പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മോക്ഷം കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പാട്ട് പാടി ആ പാട്ട് വളരെ ഗംഭീരമായിരുന്നു. സൂപ്പറായി. ബിബി പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസം ഉണ്ടായിരുന്നു ചേട്ടാ. അത് കേൾക്കാൻ പറ്റിയ? പിന്നെ ഞാൻ കേട്ടല്ലോ. എങ്ങനെയായിട്ട് പാട്ട് കേക്ക് മാത്രല്ല ചേട്ടൻ കാണുകയും ചെയ്തല്ല. തുടക്കം പോലെ എന്തൊക്കെ തോന്നിയാ ചൂടെന്ന് പറഞ്ഞത്. ആണോ? ആ കാണുന്നുണ്ടായിരുന്നു തുടക്കം തൊട്ട്. കാണുന്നുണ്ടായി. അപ്പൊ ബിബി കാണാത്ത പോലെ ഇരുന്നത്? കാണാത്ത പോലെ ഇരുന്ന പാടൂലെന്ന് വിചാരിച്ച്. പാട്ട് കേൾക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കാണാത്ത പോലെ ഇരുന്ന. ആ ഇപ്പം ഓക്കെ ആയില്ലേ? ഓക്കെ ഇല്ലേ? ഞാൻ ചത്തട്ടില്ലടാ. ഇല്ല, പക്ഷെ ചീഞ്ഞ്